രാജ്യം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇത്തിഹാദ് ദേശീയ റെയിൽ ശൃംഖല ഔദ്യോഗികമായി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കുന്നതിന് മുന്നോടിയായി പാസഞ്ചർ സർവീസ് പരീക്ഷണയോട്ടം നടത്തി. സൗദി അതിർത്തിക്ക് സമീപമുള്ള അൽ ഗുവൈഫാത്ത് മുതൽ അബുദാബിയിലെ അൽഫായ സ്റ്റേഷനിലേക്കാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ട്രെയിൻ സർവീസ് നടത്തിയത്. പരീക്ഷണയോട്ടം UAEയുടെ ദേശീയ റെയിൽ ശൃംഖലയുടെ സന്നദ്ധതയും സൗകര്യപ്രദമായ പ്രവർത്തനശേഷിയും തെളിയിക്കുന്നതാണെന്ന് ഇത്തിഹാദ് റെയിലിന്റെ ചീഫ് പ്രൊജക്ട് ഓഫീസർ മുഹമ്മദ് അൽ ഷെയ്ഹി പറഞ്ഞു. എല്ലാ സാഹചര്യത്തിലും അത്യാവശ്യ സേവനങ്ങളുടെ തുടർച്ച ഉറപ്പാക്കുന്ന രീതിയിലാണ് റെയിൽപാത രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തിന്റെ അടിയന്തര പ്രതികരണ സംവിധാനത്തിലെ നിർണായക ഘടകമാണ് ഇത്തിഹാദ് റെയിലും മറ്റ് ഗതാഗത മാർഗങ്ങളുമെന്ന് അബുദാബിയിലെ അടിയന്തര ദുരന്ത നിവാരണ കേന്ദ്രത്തിന്റെ ഡയറക്ടർ ജനറൽ മത്താർ അൽ നുഐമി പറഞ്ഞു. ഈ വർഷം പൊതുജനങ്ങൾക്ക് സമർപ്പിക്കുന്ന ഓരോ പാസഞ്ചർ ട്രെയിനിലും എക്കോണമി ക്ലാസ്, ഫാമിലി ക്ലാസ്, ഫസ്റ്റ് ക്ലാസ് എന്നിങ്ങനെ 3 തരം ക്യാബിനുകളാണ് ഉൾക്കൊള്ളുന്നത്. നിലവിൽ 11 നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന പദ്ധതിയിൽ അബുദാബി, ദുബായ്, ഷാർജ, ഫുജൈറ എന്നീ എമിറേറ്റുകൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ട്രെയിനിൽ പ്രതിവർഷം 3.6 കോടി യാത്രക്കാർക്ക് സേവനം ലഭ്യമാകും. ഇത്തിഹാദ് റെയിൽ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ രാജ്യത്തെ പ്രമുഖ നഗരങ്ങൾ തമ്മിലുള്ള യാത്രാസമയം ഗണ്യമായി കുറയ്ക്കാൻ കഴിയുമെന്ന് അധികൃതർ അറിയിച്ചു. അബുദാബിയിൽ നിന്ന് ദുബായിക്ക് 57 മിനിറ്റും അബുദാബിയിൽ നിന്ന് ഫുജൈറയിലേക്ക് 105 മിനിറ്റ് സമയവുമാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടൊപ്പം വിവിധ എമിറേറ്റുകളിലെ വിനോദസഞ്ചാര മേഖലയ്ക്കും പദ്ധതി കരുത്തു നൽകും. ഗൾഫ് TV മലയാളം, ദുബായ്. സൗജന്യ നിയമസഹായത്തിന് യാബ് ലീഗൽ സർവീസസ്.